ഈ ചെറുകഥ എവിടെ തുടങ്ങുന്നു? മിസ് ജയക്ക് വല്ലതും വാങ്ങണോ? കനലിൽ ചവിട്ടിയതുപോലെ അവൾക്ക് പൊള്ളി. എന്ത്, ഇയാൾക്ക് തന്നെ അറിയുമോ? ഒരു മറുപടി പോലും പറയാനാവാതെ അവൾ മിഴിച്ചിരുന്നു. അജ്ഞാതമായ ഒരു ഭയം അവളുടെ മനസ്സിൽ ഇഴഞ്ഞു. മറ്റേതോ ശബ്ദത്തിൽ അവൾ ഉണർന്നപ്പോഴേക്കും വണ്ടി നീങ്ങിത്തുടർന്നിരുന്നു. അവൾ ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചു. അയാളുടെ ചുണ്ടുകളിൽ ചിരി. ഞാൻ പേര് വിളിച്ചപ്പോൾ ഭയന്നുപോയോ? അയാളുടെ പതിഞ്ഞ സ്വരം. റിസർവേഷൻ ചാർട്ടിൽ നിന്നാണ് പേര് മനസ്സിലാക്കിയത്. അപ്പോൾ വീശിയ കാറ്റ് അവൾക്ക് കുളിർമയായി. ഓരോ യാത്രയും ഓരോ ചെറു ജീവിതമാണ്, ചെറുപ്പക്കാരൻ പറഞ്ഞു. വിരോധമില്ലെങ്കിൽ ഉറക്കം വരുന്നതുവരെ നമുക്കെന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം. അയാം വിനോദ്. എല്ലാ യാത്രയും ഒരുപോലെ. ഇതും പരിചയപ്പെടൽ, ജോലി, വീട്, വിശദാംശങ്ങൾ. പിന്നീട് എന്തെങ്കിലും. ഒരു സ്റ്റേഷനിൽ കിതപ്പിനടിയിൽ ഒരിക്കലും കാണാനിടയില്ലെങ്കിലും പിരിയുമ്പോൾ പറയുന്നു വീണ്ടും കാണാം. പക്ഷേ തുടർന്ന് നിശബ്ദനായി തീർന്ന ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചപ്പോൾ അവൾക്കും തോന്നി, എന്തിനാണ് ഈ മൗനം? എന്തെങ്കിലും സംസാരിച്ചാൽ അപരിചിതത്വം തീർന്നു കിട്ടും. തുടർന്നുള്ള യാത്രക്ക് അതാണ് നല്ലത്. വിനോദ് എവിടെ വർക്ക് ചെയ്യുന്നു? അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ അവൾ ഓർത്തു നോക്കി. അച്ഛൻ ഫോണിൽ പറഞ്ഞ സ്ഥാപനം എന്തായിരുന്നു? ജയക്ക് ജോലി